ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മൈലാഞ്ചിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില ചർമ്മരോഗങ്ങളെ ശമിപ്പിക്കുവാൻ പറ്റിയ സൗന്ദര്യവർദ്ധക ഔഷധിയാണ് മൈലാഞ്ചി. നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും മൈലാഞ്ചി വളർത്തുന്നുണ്ടാവും. കുറ്റിച്ചെടിയാക്കി നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം. അതുപോലെ സ്ഥലത്തിൻ്റെ അതിരുകളിലും വേലികളിലുമൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് മൈലാഞ്ചി ചെടി. ഇതിൻ്റെ ഇലകൾക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. മൈലാഞ്ചിയുടെ ശാസ്ത്രീയ നാമം ലോസോണിയം ഇനേമിസ് എന്നാണ്. ഇത് നല്ല ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധിയാണ്. അതുപോലെ നമ്മുടെ ഗാർഡനിൽ കുറ്റിച്ചെടിയാക്കി വളർത്താം. ഇതിൻ്റെ പൂക്കളും അതുപോലെ കായ്കളുമൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നഖത്തിൻ്റെ സംരക്ഷണത്തിന് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നഖത്തിലുണ്ടാവുന്ന ഫംഗസ് ബാധ, അതുപോലെ പൂപ്പൽ, അതുപോലെ വിളർച്ച, നഖത്തിലുണ്ടാവുന്ന പൊട്ടൽ, ഇതിനൊക്കെ മൈലാഞ്ചിയില അരച്ച് നമ്മൾ നഖത്തിലോട്ട് ഇട്ട് കൊടുത്താൽ നഖത്തിലുണ്ടാകുന്ന ഇത്തരം അസുഖങ്ങളൊക്കെ ശമിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹ സമയത്തും അതുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മൈലാഞ്ചി ഇടാറ്. എങ്കിൽ നല്ല അരച്ച മൈലാഞ്ചി കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. പണ്ട് കാലം മുതൽക്കേ മൈലാഞ്ചി ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ പറിച്ചെടുത്ത് അരച്ചിട്ട് നഖത്തിലും അതുപോലെ കൈവെള്ളയിലും കാലിലുമൊക്കെ പൊത്തുകയാണ് ചെയ്യാറ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന വളംകടി പോലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനും, അതുപോലെ കൈയും കാലും ചില പ്രത്യേക അസുഖങ്ങൾ മഴക്കാലത്ത് പിടിപെടാൻ സാധ്യതയുണ്ട്. മണ്ണിലൊക്കെ പോകുന്നവർക്ക് കാലിലൊക്കെ തൊലി അടർന്നു പോകുന്ന അസുഖങ്ങളൊക്കെ വരും. പിന്നെ കുഴിനഖം പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് പണ്ടുകാലം മുതൽക്കേ മൈലാഞ്ചി ഇല അരച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഇന്ന് നമ്മൾ വിവാഹ പാർട്ടികളിലും മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൈലാഞ്ചി. കോണുകളിലാക്കി വരുന്ന മൈലാഞ്ചിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും മൈലാഞ്ചി ഇല നേരിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മൈലാഞ്ചി ഇടൽ ഒരു വിവാഹത്തിൻ്റെ ഒരു ആചാരം തന്നെയായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്തു വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? വിവാഹത്തിന് അണിയുന്ന മൈലാഞ്ചിയുടെ ചുവപ്പിൻ്റെ തോതനുസരിച്ച് വൈവാഹിക ജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം എങ്ങനെയായിരിക്കും എന്ന് വരെ പ്രവചിക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നും കാര്യമല്ല. മൈലാഞ്ചിയുടെ ചുവപ്പ് അല്പം കുറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അളവ് കുറയുമെന്നാണ് പറയുന്നത്. മൈലാഞ്ചി ചടങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കുടുംബങ്ങളും അതുപോലെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടുള്ള നല്ല ഒരു സ്നേഹം പങ്കിടലാണ്. അതുതന്നെയായിരിക്കും. അതുപോലെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഈ മൈലാഞ്ചിപ്പൊടി. ഉറക്കക്കുറവുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ തലയിൽ അകാല നരയൊക്കെ ഉള്ളവരാണെങ്കിലും മുടി കളർ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ മൈലാഞ്ചി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മൈലാഞ്ചിക്ക് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണെങ്കിലും മൈലാഞ്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. മൈലാഞ്ചി കാലിലും കയ്യിലുമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. കൈകാലുകളിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞരമ്പുകൾക്ക് നല്ല ഒരു പ്രഷർ ഒഴിവാക്കി നല്ല റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. മൈലാഞ്ചിയിൽ ധാരാളമായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ബാക്ടീരിയ അതുപോലെ ഫംഗൽ ബാധയൊന്നും ഏൽക്കാതെ സംരക്ഷിക്കുവാനും മൈലാഞ്ചിക്ക് സാധിക്കുന്നു. അതുപോലെ തലവേദന കുറയ്ക്കുവാനും മൈലാഞ്ചിയുടെ ഉപയോഗം കൊണ്ട് സാധിക്കും. മൈലാഞ്ചിക്ക് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞരമ്പുകളിലെ പ്രഷർ കുറയ്ക്കുന്നതിന് സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ശമിപ്പിക്കുവാനും മൈലാഞ്ചിയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെ അമിതമായിട്ട് ചൂട് അനുഭവിക്കുന്നവരാണെങ്കിൽ, ശരീരത്തിനുണ്ടാകുന്ന ചൂട് കൂടുതലുള്ളവർക്ക് മൈലാഞ്ചി ഒരു നല്ല സൊല്യൂഷനാണ്. മൈലാഞ്ചി ഇല അരച്ച് കയ്യിലും കാലിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പ് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറയുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കൂൾ ഫീൽ നൽകുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ.